സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ നടന്ന സംഭവം അത് പോലീസ് ഉന്നത തലത്തിൽ അന്വേഷിക്കണം. അത് ആദ്യം മുതലേ തന്നെ നമ്മുടെ മഠാധിപതിയും അതുപോലെ ഞങ്ങളുടെ എല്ലാ ആവശ്യമാണ്. കാര്യം അതിലെ യഥാർത്ഥ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി പോലീസ് യഥാർത്ഥ ആരെങ്കിലും അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം, അതിന് വേണ്ട നടപടിയെടുക്കണം. അല്ലാത്ത പക്ഷം മഠാധിപതിയുടെ നേതൃത്വത്തിൽ ശക്തമായിട്ടുള്ള കാര്യങ്ങളുമായി ഉപവാസ സമരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി പോകാനാണ് സ്വാമിജി തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം ഈ ആശ്രമം നവോത്ഥാന ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന നൽകിയിട്ടുള്ള ആശ്രമമാണ്. സദാനന്ദ സ്വാമികൾ കേരളത്തിലെ നവോത്ഥാന ചരിത്രത്തിൽ ഇത്രയും മാറ്റം വരുത്തിയിട്ടുള്ളൊരു സന്യാസി വര്യൻ വേറെ ആരുമില്ല. കാര്യം സദാനന്ദ സ്വാമികൾ വാക്കുകളിലൂടെയല്ല കർമ്മത്തിലൂടെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സാധാരണപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് പൂണൂല് ധരിപ്പിച്ച് അവരെ വേദം പഠിപ്പിച്ച് ആ ചരിത്രപരമായ വിപ്ലവം നടത്തിയ അടിയാളരുടെ വിപ്ലവ ഗുരുവാണ് യഥാർത്ഥത്തിൽ സദാനന്ദ സ്വാമി. ആ സദാനന്ദ സ്വാമിയുടെ തപോഭൂമിയാണ് ഇവിടെ. കേരളത്തിലെ ആദ്യത്തെ ആയുർവേദ വൈദ്യശാല, ആയുർവേദ പഠന കേന്ദ്രം, കേരളത്തിലെ ബസ് സർവീസ്, കേരളത്തിലെ തുന്നൽശാല, അതുപോലെ കാർഷിക മേഖല, സഹകരണ മേഖല, എല്ലാ മേഖലയും കൊണ്ടുവന്ന സദാനന്ദപുരം അവധൂതാശ്രമം. ആ അവധൂതാശ്രമത്തെ ഒരു ഗൂഢസംഘം അന്ന് സദാനന്ദ സ്വാമിയെ ഏത് തമ്പുരാക്കന്മാരാണോ വേട്ടയാടിയെ അതേ വിഭാഗം തന്നെ ഇന്നും സദാനന്ദ സ്വാമിയുടെ ഈ ആശ്രമത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ ആശ്രമത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികൾ ഈ ആശ്രമത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്ന രാമാനന്ദ ഭാരതി അടക്കമുള്ള ആൾക്കാർ, അദ്ദേഹം ചെയ്തിട്ടുള്ള ക്രൂരമായ പ്രവർത്തനങ്ങൾ, ഈ മഠാധിപതിക്ക് ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ വന്നു. മന്ത്രി വന്നിട്ട് ഗായത്രി മന്ത്രത്തിൻ്റെ കാര്യവും മറ്റതും ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഹിന്ദു സമൂഹത്തെ തന്നെ, സന്യാസി സമൂഹത്തെ തന്നെ, ഭാരതീയ ദർശനങ്ങളെ തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതേപോലെ അദ്ദേഹം ഒരു സന്യാസിയോട് പെരുമാറേണ്ട രീതിയിലല്ല, ഒരു ആശ്രമത്തിൽ വരുമ്പോൾ ആ മഠാധിപതിയുടെ അനുവാദം ചോദിച്ചിട്ടാണ് വരേണ്ടത്. മഠാധിപതി ആ സമയത്ത് ഈ കേസ് അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ശക്തമായി അന്വേഷിക്കണം, യഥാർത്ഥ പ്രതികളെ. സ്വാമിജിക്ക് ഇത് നാടകമാണെന്ന് സംശയമുണ്ട്. ആ നാടകത്തെക്കുറിച്ച് അത് നാടകമാണോ ഇത് കബളിപ്പീരാണെന്നും അത് സ്വാമിജിയെ തന്നെ കൊല്ലാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് നടന്നതെന്നും ബാക്കി സന്യാസിമാരെയും കൊല്ലാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് സ്വാമിജി അത് സംശയിച്ചു. അതുകൊണ്ട് റൂറൽ എസ് പിക്ക് പരാതി കൊടുക്കുമ്പോഴാണ് ഇവിടെ മന്ത്രി വന്നത്. മന്ത്രിയുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാർ മതഭീകരവാദ സംഘടനകളുമായി ബന്ധമുള്ള ആൾക്കാരാണ്. അവർ ഈ ആശ്രമത്തെ തകർക്കുവാൻ വേണ്ടിയും ഈ ആശ്രമത്തിൻ്റെ ഭൂമി കൊള്ളയടിച്ച അടങ്ങിയ സംഘം ഇവിടെ ഉണ്ട്. 2020 ഈ ആശ്രമത്തിലെ 25 ഏക്കർ ഭൂമി കൊള്ളയടിച്ച് ഈ ഭൂമി കൈമാറാനുള്ള ശ്രമം നടത്തി. അന്നും അതിനെതിരെ നമ്മൾ പ്രതികരിച്ചിട്ടുണ്ട്. ഈ ആശ്രമത്തെ എങ്ങനെ തകർക്കണം, ഈ ആശ്രമത്തെ എങ്ങനെ ഇല്ലാതാക്കണം എന്നാണ് ഇവിടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്വാമിജിക്ക് കഴിഞ്ഞ 11 മാസം മുമ്പ് ശരിയാണ്, സ്വാമിജിക്ക് മൂത്രബ്യാഗം തൂക്കിക്കൊണ്ടാണ് ഇവിടെ നടന്നത്. അതിന് കാരണക്കാരൻ രാമാനന്ദ ഭാരതി എന്ന് പറഞ്ഞ സ്വാമിയാണ്. അദ്ദേഹമാണ് ചികിത്സ നിഷേധിച്ചത്, അന്നത്തെ മാനേജറാണ് ചികിത്സ നിഷേധിച്ചത്. അതിനുശേഷമാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ട്. ഇപ്പം കണ്ടോ സ്വാമിജിക്ക് വായിക്കാൻ പറ്റുമല്ലോ, പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നല്ലോ, ഇവിടുത്തെ ദൈനംദിന കാര്യങ്ങൾ, ചെക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒപ്പിടുന്നത് മുതൽ ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് സ്വാമിജിയാണ്. അദ്ദേഹം പുസ്തകങ്ങൾ വായിക്കും, പുതിയ പുസ്തകങ്ങൾ എഴുതും. അദ്ദേഹത്തിനെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞത് വളരെ ദുഃഖകരമാണ്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാൻ മെഡിക്കൽ ബോർഡിനെ നിശ്ചയിക്കണം. അദ്ദേഹത്തിന് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ല, മെഡിക്കൽ ബോർഡിനെ നിശ്ചയിക്കണം. അങ്ങനെ ഒരു ആശ്രമത്തെ ആക്ഷേപിക്കാൻ പറ്റത്തില്ല. ഇവിടെ നടന്നിട്ടുള്ള എല്ലാ കൊള്ളകളെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടക്കും. അതുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കാര്യം ഈ ആശ്രമത്തിൽ ഈ സ്വാമിയുടെ ജീവൻ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി സ്വാമിജിയെ 4 വർഷം മുമ്പ് 4 വർഷക്കാലം തടവറയിൽ ഉള്ള രീതിയിലായിരുന്നു സ്വാമിജിയോട് കാണിച്ചിട്ടുള്ളത്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, ഇവിടുത്തെ സ്കൂൾ നിന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണം. ഇവിടുത്തെ സ്കൂള്, ഇവിടുത്തെ വൈദ്യശാല, ഇവിടുത്തെ പ്രധാനപ്പെട്ട പുരാവസ്തു സാധനങ്ങൾ, സ്വർണ്ണങ്ങൾ എല്ലാം കൊള്ളയടിച്ചിട്ടുണ്ട്. അതുപോലെ ഈ മാനേജരായിട്ടുള്ള ജയചന്ദ്രൻ അടക്കമുള്ള ആൾക്കാർ അവർ കൊള്ളയടിച്ചിട്ടുള്ള അത്ര വലുതാണ്. ആ കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കണം. അതാണ്. അതുപോലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, അത് തന്നെ ഇപ്പോൾ മഠാധിപതി പേര് പറയുന്ന അദ്ദേഹത്തെ അത്രമാത്രം ദ്രോഹം ചെയ്തിട്ടുണ്ട്. ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ പേരിലാണ് ഈ ഇമെയിൽ പോലും. ആ ഉദ്യോഗസ്ഥനായ പേര്, അങ്ങനെയുള്ള ഒരുപാട് കൊള്ളയാണ് നടന്നിട്ടുള്ളത്. ഈ കൊള്ളകളൊക്കെ അന്വേഷിക്കണം. മഠാധിപതി പറയുമ്പോൾ അദ്ദേഹത്തിനാണ് പ്രജ്ഞയില്ലെന്ന് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരിക ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്ന്. കാര്യം അദ്ദേഹത്തിനാണ് പ്രജ്ഞയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് സത്യസന്ധമായി മാധ്യമങ്ങൾ, ഇവിടുത്തെ ജനങ്ങൾ ഈ ആശ്രമത്തിൽ കടന്നു വരണം. ഇവിടുത്തെ ഏത് കാര്യങ്ങൾ എന്തും പരിശോധിക്കാം, ഏത് കാര്യങ്ങൾക്കും ജനങ്ങൾക്ക് പരിശോധിക്കാം. ഇവിടെ 3 നേരം ഇപ്പോൾ ആഹാരമുണ്ട്, ഇവിടെ എല്ലാവർക്കും കടന്നു വരാം. ഇപ്പോൾ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞ അട്ടപ്പാടിയിലുള്ള ഒരാളാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. ഇവിടെ ഏത് സമയം വരാം.
ഇവിടെ ലഹരി ചേർന്ന അരിഷ്ടങ്ങളും കാര്യങ്ങളും ചെയ്തപ്പോഴാണ് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കൊടുത്തപ്പോഴാണ് അവിടുത്തെ റൂറൽ എസ് പി ആയിട്ടുള്ള അന്നത്തെ റൂറൽ എസ് പി ഇവിടെ ഈ സ്വാമിക്ക് ഈ രാമാനന്ദ ഭാരതിക്ക് താക്കീത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരാളും പുതിയതായിട്ട് സന്യസിക്കാൻ വരാൻ സമ്മതിക്കത്തില്ല. അവർക്കെതിരെ കള്ള പ്രചരണങ്ങൾ നടത്തി അവരെ അടിച്ചോടിച്ച് പ്രചരണം നടത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ അതെല്ലാം മാറി. സദാനന്ദ സ്വാമിയുടെ 100-ാം വാർഷികം കേരളത്തിൻ്റെ ഗവർണർ വന്നു. ജനുവരി 15 മുതൽ 27 ഗംഭീരമായി ആഘോഷിച്ചു. രണ്ടാമത്തെ സ്വാമി, ഇതിൻ്റെ പ്രൗഢകാലം കൊണ്ടുവന്ന രണ്ടാമത്തെ മഹാപ്രസാദ് ആത്മാനന്ദ സ്വാമിജി അത് വലിയ രീതിയിൽ കൊണ്ടുവന്നു. ആ വലിയ സമാധി പൂജയും അതോടൊപ്പം സന്യാസവും നടത്തി. ഇപ്പോൾ സ്വാമിജി പറഞ്ഞ മദനകാമേശ്വരി ലേഖ്യത്തിൻ്റെ കാര്യം മഠാധിപതി ഇവിടെ ഇരുന്ന് പറഞ്ഞ്. കാര്യം ഇവിടുത്തെ ലഹരി സാധനങ്ങൾ ചേർത്തുണ്ടാക്കിയ ഉത്തേജക മരുന്നാണ് ഈ ആശ്രമത്തിന് പേരുദോഷം ഉണ്ടാക്കുന്ന മരുന്നാണ് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇതെല്ലാം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് മാധ്യമങ്ങൾ സത്യസന്ധമായി മാധ്യമങ്ങൾ ഇവിടെ കടന്നു കയറി ഒരു കോമാളി സംവിധാനത്തിലേക്ക് ഈ ആശ്രമത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചതും അതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയും നടന്നിട്ടുണ്ട്. അത് ശരിയല്ല. ഇവിടെ നല്ല കഴിവുള്ള, ഇപ്പം നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല കഴിവുള്ള, നല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ആനന്ദവനം ഭാരതിയെ പോലെ ഉന്നത വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇവിടെ സന്യാസം സ്വീകരിച്ചിട്ടുള്ളത്. ഈ വന്ന മറ്റേ സ്വാമി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് ഒരു ക്രിമിനൽ കേസ് പോലും അദ്ദേഹത്തിൻ്റെ പേരിലില്ലാത്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അമൃതാനന്ദ സ്വാമി എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നു മുതലേ അയ്യപ്പ ഭക്തനായും അദ്ദേഹത്തിൻ്റെ ജീവിതവും സമർപ്പിതമായി അദ്ദേഹത്തിന് ഗുരുവാണ് ശിഷ്യത്വം കൊടുത്ത് ചിദാനന്ദ ഭാരതി സ്വാമിയാണ്. മറച്ചു വെച്ചല്ല, ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും വിളിച്ച് ആഹാരം കൊടുത്ത് വേണ്ട കർമ്മങ്ങൾ നടത്തിയാണ്. ഇദ്ദേഹം ആരെയാണ് ഭയക്കുന്നത്? സന്യാസം കൊടുക്കുമ്പോൾ ഇവിടെ സദാനന്ദ സ്വാമിയുടെ പരമ്പര ഉണ്ടാവാതിരിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അന്നേരം അതിനു വേണ്ടിയുള്ള ആസൂത്രണമാണ് നടക്കുന്നത്. അതിനെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. മന്ത്രി ഈ വിഷയത്തിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി, മന്ത്രി ഈ വിഷയത്തിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കി, മന്ത്രി ഈ കാര്യത്തിനകത്തെ പാർഷ്വാലിറ്റി ഇല്ലാതായി, മന്ത്രി ഈ ആശ്രമത്തെ തകർക്കാനുള്ള പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അത് സത്യസന്ധമായി മന്ത്രി ഈ കാര്യത്തിൽ ഇടപെടണം. മന്ത്രി മെഡിക്കൽ ബോർഡിനെ വെച്ചോ, കളക്ടറുടെ ഉൾപ്പെടെ DMO ഉൾപ്പെടെ മെഡിക്കൽ ബോർഡിനെ വെക്കി സ്വാമിജിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്ക്. കഴിഞ്ഞ 11 മാസമായിട്ട് ഈ ആശ്രമത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്തൊക്കെയാണ്? ഈ ആശ്രമത്തിൽ വയനാട് ഉണ്ടായ ദാരുണമായ സംഭവത്തിൽ അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആചാര്യന്മാർ, പ്രധാനപ്പെട്ട ആശ്രമങ്ങളിലെ വർക്കല ശിവഗിരിയിൽ ഉൾപ്പെടെയുള്ള അവിടുത്തെ സന്യാസി വര്യന്മാർ വന്ന് പ്രാർത്ഥന നടത്തിയ ദിവസം തന്നെ ഇങ്ങനൊരു സംഭവം നടന്നപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തണം. ഇപ്പോൾ ആശ്രമത്തിൽ നടന്ന സംഭവം പോലീസ് സത്യസന്ധമായി അന്വേഷിക്കണം. രാമാനന്ദ ഭാരതിയെ ആക്രമിച്ചു എന്നത് ഒരു നാടകമാണ്. മന്ത്രി ഗണേഷ് കുമാർ ആശ്രമത്തിനെയും സന്യാസിമാരെയും അധിക്ഷേപിച്ചത് ദുഃഖകരം തന്നെയാണ്. സദാനന്ദ ആശ്രമം തകർക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ. സദാനന്ദ സ്വാമിയുടെ 100-ാം വാർഷികം നല്ല രീതിയിൽ നടന്നു. കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് നിർണായകമായ സംഭാവന നൽകിയ സദാനന്ദ സ്വാമി തൃപ്രകാരങ്ങളാൽ സ്ഥാപിതമായ സദാനന്ദപുരം ആശ്രമത്തിനെ തകർക്കുവാൻ ആശ്രമ വിരുദ്ധ പ്രവർത്തനങ്ങളും ആശ്രമത്തെ കൊള്ളയടിച്ച് ബിനാമി പേര് സ്വത്തുക്കൾ കൊള്ളയടിക്കുകയും മഠാധിപതിയായി എന്നെ 4 വർഷത്തോളം ക്യാൻസറാണ് എനിക്കെന്ന് പൊതുസമൂഹത്തിൽ പ്രചരിപ്പിച്ചു എന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുകയും എൻ്റെ ജീവൻ തന്നെ അപകടത്തിലാക്കി. ആശ്രമത്തിൻ്റെ അധികാരം, മഠാധി സ്ഥാനവും സ്വത്തും കൊള്ളയടിക്കാൻ ശ്രമിച്ച രാമാനന്ദ ഭാരതി നല്ലവരായ ആശ്രമ ബന്ധുക്കളുടെ ഇടപെടൽ കൊണ്ട് എനിക്ക് നല്ല ചികിത്സ ലഭിക്കുകയും ഇന്ന് ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടെ ആശ്രമ പ്രവർത്തനങ്ങൾ സജീവമാവുകയും ചെയ്തു. ഇന്ന് ആശ്രമം അതിൻ്റെ ഗതകാല പ്രൗഢിയിലൂടെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. സദാനന്ദ സ്വാമികളുടെ 100-ാം സമാധി വാർഷികം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണർ പങ്കെടുത്ത് വളരെ നല്ല രീതിയിൽ നടത്തുവാൻ എനിക്ക് കഴിഞ്ഞു. രാമാനന്ദ ഭാരതിയുടെ കൊള്ളയടിയും ആശ്രമബദ്ധമായ പ്രവർത്തനങ്ങളും കാരണം രാമാനന്ദ ഭാരതിയെ ആശ്രമത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു. എന്നാൽ രാമാനന്ദ ഭാരതിയെ പലിശയ്ക്ക് പണം കൊടുത്ത് ഗൂഢാസംഘങ്ങളും ഉന്നതായ ചില രാഷ്ട്രീയ നേതൃത്വത്തെയും ഒത്താശയോടെ എന്നെയും ആശ്രമത്തെയും തകർക്കുകയും എന്ന ലക്ഷ്യത്തിൽ
ആശ്രമ സ്വത്തുക്കൾ കണ്ണുവച്ച് വ്യാജ പരാതികളും പ്രചാരണങ്ങളും നടത്തുന്നു. എന്നെ സഹായിക്കുന്ന ആശ്രമ ബന്ധുക്കളെയും സന്യാസിമാരെയും നിരന്തരമായി വേട്ടയാടുകയാണ്. ഇന്നലെ ആശ്രമത്തിൽ പ്രകൃതി ദുരന്തത്തിൽ ജീവനും ജീവിതവും നഷ്ടപ്പെട്ട വയനാട്ടിലെ മക്കളുടെ ശാന്തിക്കായി കേരളത്തിലെ പ്രമുഖ ആശ്രമങ്ങളിലെ സന്യാസിമാരായ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥപാദാശ്രമം വാഴൂർ, സ്വാമി അമൃതപുരി അമൃതമയി മഠം അമൃതപുരി വള്ളിക്കാവ്, സ്വാമിജിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു. അതാണ് അദ്ദേഹം പറയുന്നത്. സ്വാമിജി പറയുന്നതാണ് ക്യാൻസർ ആണെന്ന് ഓർമ്മയില്ല. സ്വാമിജി പറഞ്ഞ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. എനിക്ക് ക്യാൻസർ ആണെന്നും പിന്നെ ഓർമ്മയില്ല എന്നും പിന്നെ എഴുതാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ശുദ്ധ കളവാണ്.